ഇതേപോലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കി നോക്കാം, ആ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? ദ സം ഓഫ് പെർസെന്റേജസ് ഓഫ് ഫാദർ ആൻഡ് ഹിസ് സൺ ഈസ് ഹിസ്സാട്ടോ, നമ്മൾ ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ്, എവിടെ തെറ്റരുത് കേട്ടോ. ഇവിടെ എഫ് ആണ് വന്നിട്ടുള്ളത്, ഹിസ്സാണ് അവിടെ കിടക്കുന്നത്. അതായത് ഹിസ് സൺ ഈസ് 60 years. 5 years ago father's age was 4 times the age of son. So now the son's age will be. ക്വസ്റ്റ്യൻ അതാണ്. നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് തന്നെ ചെയ്യാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ദ സം ഓഫ് പെർസെന്റേജസ് ഓഫ് ഫാദർ ആൻഡ് ഹിസ് സൺ എന്ന് പറയുന്നത് 60 ആണ്. ഇപ്പോ അച്ഛന്റെയും മകന്റെയും പ്രായം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 60 ആണ് കിട്ടുക. സണ്ണ് കൊടുക്കാം, ഫാദർ കൊടുക്കുക അല്ലെ, പെർസെന്റേജിന്. നിലവിലെ പ്രായം, അതായത് സണ്ണിന് നമ്മൾ എക്സ് എടുക്കുക, ഏറ്റവും ചെറുത് സണ്ണാവുമല്ലോ, സണ്ണിന് എക്സ് എടുക്കുകയാണെങ്കിൽ ഫാദറിന്റെ ഏജ് എത്രയാണ്? സണ്ണിന്റെയും ഫാദറിന്റെയും ഏജ് കൂട്ടി കഴിഞ്ഞാൽ 60 ആണ് കിട്ടുക. സണ്ണിന് എക്സ് ആണെങ്കിൽ ഫാദറിന് എന്തായിരിക്കും? 60 മൈനസ് എക്സ് ആയിരിക്കും അല്ലേ? കാരണം ഏറ്റവും ചെറിയ ആൾക്ക് നമ്മൾ എക്സ് എടുക്കണോ, ചെറിയ ആള് എക്സ് സണ്ണാണ്, സണ്ണിന് എക്സ് കൊടുത്തു. അച്ഛന്റെയും മകന്റെയും പ്രായം കൂട്ടുമ്പോൾ 60 കിട്ടുക. അപ്പോൾ അച്ഛന്റെ പ്രായത്തിൽ നിന്ന് മകന്റെ പ്രായം കുറയ്ക്കുമ്പോഴാണ് എന്ത് വരിക നമുക്ക് കിട്ടേണ്ടത്? അതായത് മകന്റെ പ്രായം എക്സ് ആണെങ്കിൽ അച്ഛന്റെ പ്രായം എത്രയാണ്? 60 മൈനസ് എക്സ്. ക്ലിയർ അല്ലേ? അച്ഛന്റെയും മകന്റെയും പ്രായം കൂട്ടിക്കഴിഞ്ഞാൽ 60 കിട്ടും. അപ്പൊ മകന്റെ പ്രായം എന്ന് പറയുന്നത് എക്സ് ആണെങ്കിൽ അച്ഛന്റെ പ്രായം എത്രയാണ്? 60 എക്സ് കുറച്ചാൽ എത്രയാണോ അതാണ് എന്ത്? അച്ഛന്റെ പ്രായം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ എഴുതി, പ്രസന്റ് ഏജ് എഴുതി. രണ്ടാമത്തെ എന്താ? പുതിയ ഏജ് ആണ് എഴുതേണ്ടത്. 5 years ago ഫാദേഴ്സ് ഏജ് വാസ് 4 times of his son. അപ്പൊ 5 years ago എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പുതിയ കണ്ടീഷൻ എന്താ? 5 വർഷം മുമ്പ്. 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ സണ്ണിന്റെ കേസിൽ എന്തായി? എക്സ് മൈനസ് 5 ആട്ടോ, എക്സ് മൈനസ് 5ഉം ഫാദറിന്റെ കേസിൽ എന്താവും? 60 മൈനസ് എക്സ് ആണ് ഇപ്പോഴത്തെ പ്രായം. 5 വർഷം മുമ്പ് എന്ന് പറയുമ്പോൾ ഒരു മൈനസ് 5ഉം കൂടി വരും. അതായത് 60 നിന്ന് 5 പോയി കഴിഞ്ഞാൽ 55 മൈനസ് എക്സ് വരും. പുതിയ പ്രായം കിട്ടി. മൂന്നാമത് എന്തായിരുന്നു? ഇക്വേറ്റ് ചെയ്യാം. ഇക്വേറ്റ് ചെയ്യാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 5 years ago ഫാദേഴ്സ് ഏജ് വാസ് 4 times of son age. ഫാദറിന്റെ ഏജ്, അതായത് 5 വർഷം മുമ്പത്തെ അച്ഛന്റെ പ്രായം, അതായത് 55 മൈനസ് എക്സ് എന്ന് പറയുന്നത് എത്രയായിരുന്നു എന്ന് പറയുന്നത്? വാസ് 4 times the age of son. 4 times the age of son. ഏജ് ഓഫ് സൺ എത്രയാണ്? 5 മൈനസ് എക്സ് മൈനസ് 5 ആണ്. 5 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് മകന്റെ പ്രായത്തിന്റെ 4 ഇരട്ടി ആയിരുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണോ? ഇക്വേറ്റ് ചെയ്തു. 55 മൈനസ് എക്സ് ഈക്വൽ ടു 4 into x മൈനസ് 5. ഇത് ഇക്വേറ്റ് ചെയ്യാം. 55 മൈനസ് എക്സ് ഈക്വൽ ടു 4x മൈനസ് I4 20 20 എന്ന് പറഞ്ഞു. 55 അവിടെ മൈനസ് ആയതുകൊണ്ട് ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. പ്ലസ് 20 ഈസ് ഈക്വൽ ടു 4x. ഇവിടെ മൈനസ് ആയിരുന്നു, അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി? പ്ലസ് ആയി. സോ 55 പ്ലസ് 20 എന്ന് പറയുമ്പോൾ എത്രയാണ്? 50ഉം 60 70. 75 ഈസ് ഈക്വൽ ടു 5x വന്നു അല്ലെ? 75 ഈസ് ഈക്വൽ ടു 5x എന്ന് വന്നു. സോ എക്സ് എത്രയാ വരിക? 75 ഡിവൈഡ് 75 ഒന്ന് വൃത്തിക്ക് എഴുതിട്ട് ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലാവില്ല. ഓക്കെ, 75 ഡിവൈഡഡ് ബൈ 5 ആണ് എന്ത് വരിക? നിങ്ങളുടെ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 75/5 എത്രയാണ്? 15 ആണ്. സോ 15 ആണ് എന്ത്? എക്സിന്റെ ഏജ് എന്ന് പറയുന്നത്. എന്താണ് ചോദ്യം? സോ നൗ ദ സൺസ് ഏജ് വിൽ ബി, അതായത് അറ്റ് പ്രസന്റ് മകന്റെ പ്രായം എത്രയെന്നാണ്. മകന്റെ പ്രായം അറ്റ് പ്രസന്റ് 15 ആണ്, കാരണം എക്സ് ആണ് മകന്റെ ഇപ്പോഴത്തെ പ്രായം. എക്സിന്റെ വാല്യൂ 15 ആണ്. സോ ആൻസർ എന്താണ്? 15 ആണ്. സിമ്പിൾ ആണ്. അതായത് നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഷോർട്ട് കട്ട് മെത്തേഡ് മനസ്സിലാവണമെന്നില്ല. ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇന്ന് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് മൊത്തം നിങ്ങൾ ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും? സിമ്പിൾ ആയിട്ട് ക്ലിയർ ആവും കേട്ടോ, ടെൻഷൻ വേണ്ട. ദെൻ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം, ഇതേപോലെ ചെയ്യാനുള്ളത്. ഒറ്റ വട്ടം തന്നെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ 2 or 3 വട്ടം കാണുക. സ്പീഡൊക്കെ നിങ്ങൾ തന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് കാണുക കേട്ടോ. കാരണം സിമ്പിൾ ആയിട്ട് നമ്മൾ മാക്സിമം സിമ്പിൾ ആയിട്ട് പ്രസന്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ദ ഏജ് ഓഫ് എ മാൻ ഈസ് 4 times of his son. 5 years ago, the man was 9 times old as his son was at that time. The present age of the man is. അതാണ് ചോദ്യം. സോ സിമ്പിൾ ആയിട്ട് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നിലവിലെ പ്രായം എഴുതാം. ഫസ്റ്റ് സ്റ്റെപ്പ് ആയിട്ട് ഏജ് ഓഫ് മാൻ ഈസ് 4 times of his son. സണ്ണിന്റെ പ്രായം, മാനിന്റെ പ്രായം. സണ്ണിന്റെ പ്രായം നമ്മൾ എത്ര ഏറ്റെടുക്കും? സണ്ണിന്റെ ഇവിടുത്തെ ഏജ് എന്ന് പറയുന്നത്, സണ്ണാണ് ഇവിടെ ഏറ്റവും ചെറുത് അല്ലെ.
സണ്ണാണ് ഏറ്റവും ചെറുത് വരിക. സോ ഓഫ് കോഴ്സ് നമ്മൾ എന്ത് ചെയ്യും, സണ്ണിന് എക്സ് ആയിട്ട് കൊടുക്കും. ആൻഡ് മാൻ ആണ് ഇവിടെ വലുത്. മാനിന്റെ ടൈം 4 ടൈംസ് സൺ എന്ന് പറയുന്നു. സോ 4x കൊടുത്തു, പെർസെൻറ്റേജ് കിട്ടി, എക്സും 4x. ഇനി അടുത്തത് എന്ന് പറയുന്നത് എന്തായിരുന്നു, ന്യൂ ഏജ് 5 years ago. ക്വസ്റ്റനിൽ വ്യക്തമായിട്ട് പറയും 5 years ago, 5 years before, അല്ലെങ്കിൽ ഹെൻസ് 5 years എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതാണ് ന്യൂ ഏജ്. സോ 5 years ago എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എഗോ എന്ന് പറയുമ്പോൾ മൈനസ് എക്സ് മൈനസ് 5ഉം 4x മൈനസ് 5ഉം വരും, ന്യൂ ഏജ് എന്ന് പറയുന്നത്. ഇനി ഇക്വേറ്റ് ചെയ്യാം. എന്താ ഇക്വേഷൻ വേണ്ടത്? 5 years ago the man was 9 times old as his son at that time. 5 വർഷം മുമ്പ് അച്ഛൻ, അല്ലെങ്കിൽ അച്ഛനല്ല, മാൻ സണ്ണാണല്ലോ. അപ്പൊ അച്ഛൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു? 5 വർഷം മുമ്പ് അച്ഛന്റെ പ്രായം. ആ സമയത്ത് മകന്റെ പ്രായം എത്രയായിരുന്നു? 5 വർഷം മുമ്പ് മകന്റെ പ്രായം എത്രയായിരുന്നു? അതിന്റെ 9 ഇരട്ടിയാണ് എന്നാണ്. 5 വർഷം മുമ്പത്തെ അച്ഛന്റെ പ്രായം, അതായത് 4x മൈനസ് 5 എന്ന് പറയുന്നത് 9 ഇരട്ടിയായിരുന്നു അന്നത്തെ മകന്റെ പ്രായത്തിൽ നിന്ന്. 5 വർഷം മുമ്പുള്ള അച്ഛന്റെ പ്രായം മകന്റെ പ്രായമാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ആൻഡ് അടുത്ത എന്താ പറഞ്ഞത്? 5 years ago, 5 വർഷം മുമ്പ് ദ മാൻ വാസ് 9 times old as his son at that time. അതായത് അന്ന്, അതായത് 5 വർഷം മുമ്പ് മകൻ എന്തായിരുന്നോ പ്രായം, ആ പ്രായത്തിന്റെ 9 ഇരട്ടിയായിരുന്നു 5 വർഷം മുമ്പത്തെ മാനിന്റെ പ്രായം എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. 4x minus 5 is equal to 9x minus 9 into 5. 9 into 5 എന്ന് പറയുമ്പോൾ 45. ഇനി എങ്ങനെ നമ്മൾ ഇക്വേറ്റ് ചെയ്യേണ്ടത്? ഇവിടെ 4x minus 9x is equal to minus 45 plus 5. ഇങ്ങനെ ചെയ്തൂടെ? 4x minus 9x is equal to minus 45 plus 9. ഇനി ഇവിടെ വലുതെന്ന് ചെറുത് ഓർക്കണം. അതായത് ഇവിടെ 4ഉം 9ഉം ആണ് വന്നിട്ടുള്ളത്. സോ മൈനസ് 5x വരും അല്ലെ. വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന് കേട്ടോ. സോ വലുത് ഇവിടെ 9 ആണ്. സോ മൈനസ് 9 ആണ് വന്നത്. മൈനസ് 5x ഈസ് ഈക്വൽ ടു, ഇവിടെ എന്ത് ചെയ്യണു? വലുതെന്ന് ചെറുത് കുറച്ച് വലുതിന്റെ ചിഹ്നം കേട്ടോ. 45 5 പോയി കഴിഞ്ഞാൽ എത്രയാണ്? 40 ആണ്. മൈനസ് കിട്ടും. സോ രണ്ടോടത്തും മൈനസ് വന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? മൈനസ് ക്യാൻസൽ ചെയ്യാം. ഈ പ്ലസ് ഈക്വൽ അപ്പുറത്തേക്ക് കൊണ്ടുപോലെ ഇപ്പുറത്തേക്ക് കൊണ്ടുപോലെ പ്ലസ് മൈനസ് ഇതൊന്നും നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോഴും അറിയുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസിക് മാത്സ് എന്ന് പറഞ്ഞിട്ട് ഒരു സീരീസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതായത് ബേസിക് മാത്സ്, ഈ പറയുന്ന പ്ലസ് മൈനസ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ഈക്വേഷൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ, ഇപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ എങ്ങനെ, അതേപോലെ കുറെ ഷോർട്ട് കട്ട് മെത്തേഡ്സ്, ഇതൊക്കെയാണ് ആ സീരീസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. സോ ആ ഒരു സീരീസ് നിങ്ങൾ കണ്ടാൽ മതി. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് എന്ത് വന്നെങ്കിൽ 5x ഈക്വൽ ടു 40 എന്ന് എഴുതാം. രണ്ട് സൈഡിലും മൈനസ് ഉണ്ട്, ക്യാൻസൽ ആയി. 5x ഈക്വൽ ടു 40, x ഈക്വൽ ടു 40/5 എന്ന് കിട്ടും. 40/5 എന്ന് പറയുമ്പോൾ എത്രയാണ്? 40. സോ 8 ആണ് എന്ത് വരുന്നത്? എക്സിന്റെ പ്രായം. ചോദ്യം എന്താ? ദ പെർസെന്റേജ് ഓഫ് മാൻ. മാനിന്റെ പെർസെന്റേജ് എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. പ്രായം എത്രയാണ്? ഇനി മാനിന്റെ പ്രസന്റ് ഏജ് പിടിക്കാം. 4x ആണ് നമുക്ക് ഇത് പറയണത്, മാനിന്റെ ഏജ് എന്ന് പറയുന്നത്. സോ 4 into 8, 4 8 8 3 8 24 8 32 ഓപ്ഷൻ 32. സോ ആൻസർ കിട്ടി. സെയിം പാറ്റേൺ നമ്മൾ ഫോളോ ചെയ്യണത്. പ്രസന്റേജ്, ന്യൂ ഏജ് ഇക്വേറ്റ് ചെയ്യണു. എന്താണോ ചോദ്യം അത് കണ്ടെത്തണം. അപ്പൊ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ഓപ്ഷൻസിൽ 8 കൊടുത്തിട്ടുണ്ടെങ്കിൽ മണ്ടി പോയിട്ട് 8 സെലക്ട് ചെയ്യും. ഉത്തരം തെറ്റും ചെയ്യരുത്. എന്താണോ ചോദിച്ചത് അതന്നെ കാണുക. അടുത്ത ക്വസ്റ്റ്യൻ പിടിച്ചോ. A father said his son, I was as old as you are at the present of... A father said to his son, I was as old as you are at the present at the time of your birth. If the father's age is 38 now, the son's age 5 years back was. കാണുമ്പോൾ നിങ്ങൾക്കിത് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാം. അതായത് കുറച്ച് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ എന്നുള്ള നിലയ്ക്ക് തോന്നാം. ബട്ട് സിമ്പിളാണ്. ആ ഒരു എന്താ പറയുക, ആ ഒരു അർത്ഥം, ഈ ക്വസ്റ്റ്യന്റെ അർത്ഥം ക്ലിയർ ആയി മനസ്സിലാവണമെന്ന് മാത്രമേ ഉള്ളൂ. കേട്ടോ, നോക്കിക്കോളൂ. എന്താണ് അതായത് അച്ഛൻ മകനോട് പറയണം. എന്താ പറയണത്? ഐ വാസ് ആസ് ഓൾഡ് ആസ് യു അറ്റ് പ്രസന്റ്. നിനക്കിപ്പോ എത്ര പ്രായമുണ്ടോ അത്ര പ്രായം എനിക്കുള്ളപ്പോ അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത്. അതായത് നിന്റെ പ്രായത്തിൽ നീ ജനിച്ചിട്ടുണ്ട്. അതാണ് ഇപ്പൊ ഷോർട്ട് ആയിട്ട് പറയുമ്പോൾ ഐ വാസ് ആസ് ഓൾഡ് ആസ് യു ആർ അറ്റ് ദ പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത്. നീ ജനിക്കുമ്പോ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ പ്രായമുണ്ട്.
ഇത് നീ ജനിക്കുമ്പോൾ എനിക്ക് നിന്റെ ഇപ്പോഴത്തെ പ്രായമുണ്ട്, അല്ലെങ്കിൽ നിന്റെ പ്രായം എനിക്കുള്ളപ്പോൾ എനിക്ക് നീ ജനിച്ചിട്ടുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, പറയാം. ബേസ് കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. എന്റെ പ്രായത്തിൽ എനിക്ക് ഈ ജനിച്ചിട്ടുണ്ട്, അതാണ് അച്ഛൻ പറയണത്. അപ്പൊ ഇപ്പൊ അച്ഛൻ എത്ര പ്രായമുണ്ട്? 38 വയസ്സുണ്ട്. അങ്ങനെയാണെങ്കിൽ 5 വർഷം മുമ്പത്തെ മകന്റെ പ്രായമാണ് ചോദിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ, അതായത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇവിടെ നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു ആസംഷൻ ഉണ്ട്. അതെന്താണ്? ഫാദറിന്റെ ഏജ് എന്ന് പറയുന്നത്, ഫാദറിന്റെ ഏജ് എന്തായിരിക്കും? ഡബിൾ ഓഫ് സൺ ആയിരിക്കും. ഇങ്ങനെ ക്വസ്റ്റ്യൻ വന്നത്, അതായത് അച്ഛൻ മകനോട് പറയാണ്, നിന്റെ പ്രായത്തിൽ, നിനക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ടോ ആ പ്രായം എനിക്കുള്ള സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? നീ ജനിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ എന്റെ ഈ പ്രായത്തിൽ എനിക്ക് നീ ജനിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. എന്റെ ഈ പ്രായത്തിൽ എനിക്ക് നീ ജനിച്ചിട്ടുണ്ട്, അതാണ് നമ്മളിവിടെ പറയുന്നത്. സോ അങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ ബേസിക് കണ്ടീഷൻ ആണ് എന്ത്? അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ ഡബിൾ ആയിരിക്കണം. എങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അച്ഛൻ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് 20 വയസ്സുള്ളപ്പോഴാണ് എനിക്ക് മകൻ ജനിച്ചിട്ടുള്ളത് കൂട്ടുക. എനിക്ക് 20 വയസ്സുള്ളപ്പോൾ മകൻ ജനിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് 40 മകൻ 20 വയസ്സാകുമ്പോൾ എത്രയാവും? അതായത് എനിക്ക് 20 വയസ്സുള്ളപ്പോൾ മകൻ ജനിച്ചു, ഞാനും മകനും തമ്മിലുള്ള ഡിഫറൻസ് 20 ആണ്. മകന് 20 വയസ്സാകുമ്പോൾ എനിക്ക് എത്രയാവും? എനിക്കൊരു പ്ലസ് 20 കൂടി കയറും 40 അല്ലെ? അതായത് അച്ഛന്റെയും മകന്റെയും പ്രായം ഡബിൾ ആയിരിക്കും. അതാണ് ബേസിക് ആസംഷൻ എന്ന് പറയുന്നത്. സോ അങ്ങനെ ഡബിൾ പിടിക്കുമ്പോൾ എക്സാമ്പിൾ നോക്കുക. ഇന്നത്തെ അച്ഛന്റെ പ്രായം 38 ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു കണ്ടീഷനിൽ, അതായത് നിന്റെ ഈ പ്രായത്തിൽ എനിക്ക് നീ ജനിച്ചിട്ടുണ്ട്, ഇങ്ങനത്തെ ഒരു വാക്ക് ആ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കുക, എന്ത് ആസംഷനാണ് വേണ്ടത്? അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ ഡബിൾ ആണ്. സോ ഇവിടെ അച്ഛന്റെ പ്രായം 38 ആണെങ്കിൽ മകന്റെ പ്രായം എത്ര? 38/2, അങ്ങനെ പകുതി ഡബിൾ ആണല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ 38ന്റെ പകുതി 30ന്റെ പകുതി 15ഉം 8ന്റെ പകുതി 4ഉം. സോ 19 ആണ് എന്ത്? മകന്റെ പ്രായം. ചോദ്യം എന്താ? നിങ്ങളിവിടെ ഓപ്ഷനിൽ 19 കണ്ട നേരെ പോയി സെലക്ട് ചെയ്തിട്ടോ. ചോദ്യം എന്താ ചോദിച്ചിട്ടുള്ളത്? 5 years ബാക്ക്, സൺസ് ഏജ് 5 years ബാക്ക്. ഇപ്പൊ 19 ആണെങ്കിൽ 5 വർഷം മുമ്പ് എത്ര? 19 5 പോയാൽ 14 ആണ് ആൻസർ വരിക. മുന്നേ ചെയ്ത പാറ്റേൺ കുറച്ച് വ്യത്യാസമാണ് ഇവിടെ വന്നിട്ടുള്ളത്. അത് ഈ ഒരു ഒറ്റ വാക്ക് നിങ്ങൾ നോക്കുക. കാരണം ആ ഒരു സെന്റൻസിനാണ് ഈ ഒരു ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻസ് കേട്ടോ. അച്ഛൻ മകനോട് പറയാണ്, ഐ വാസ് ആസ് ഓൾഡ് ആസ് യു അറ്റ് ദ പ്രസന്റ് അറ്റ് ദ ടൈം ഓഫ് യുവർ ബർത്ത്. നീ ജനിക്കുന്ന സമയത്ത് എനിക്ക് ഇപ്പോഴത്തെ നിന്റെ പ്രായം ഉണ്ടായിരുന്നുള്ളൂ. അതായത് നിന്റെ ഇപ്പോഴത്തെ പ്രായത്തില് എനിക്ക് നീ ജനിച്ചിട്ടുണ്ട്. അച്ഛൻ മകനോട് പറയാം. ഇങ്ങനെ ഒരച്ഛന് മകനോട് പറയണമെങ്കിൽ ആലോചിച്ചോളൂ, അച്ഛനും മകനും തമ്മിൽ എന്താണ്? ഇരട്ടി പ്രായ വ്യത്യാസം ഉണ്ട്. അതായത് മകന്റെ ഇരട്ടിയാണ് അച്ഛന്റെ പ്രായം. ഈ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ, അതായത് മകന്റെ ഇരട്ടി പ്രായം അച്ഛനുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അച്ഛൻ ഈ ഒരു വാക്ക് മകനോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ആ ഒരു കണ്ടീഷൻ നിങ്ങൾ ആലോചിക്കുക. അച്ഛന്റെ പ്രായത്തിന്റെ നേർ പകുതി ആയിരിക്കും മകന്റെ പ്രായം. ഇവിടെ അച്ഛന്റെ പ്രായം 38 ആണെന്ന് പറഞ്ഞു. മകന്റെ പ്രായം എത്ര? 38ന്റെ പകുതി 19. ഇനി ചോദ്യം എന്തായിരുന്നു? 5 വർഷം മുമ്പ് മകന്റെ പ്രായം എത്രയായിരുന്നു? 19 5 പോയി 14. സിമ്പിൾ അല്ലേ? അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ നിർത്തുകയാണ്. കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഒരു 2 വീഡിയോസും കൂടി ഈ ഒരു ഏജ് റിലേറ്റഡ് തന്നെ നമ്മളൊരു മിനിമം 2 വീഡിയോസ് എങ്കിലും അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ക്ലിയർ ആയി മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്നും കൂടി നിങ്ങൾ 2 വട്ടെങ്കിലും ഈ ഒരു വീഡിയോ കാണുക, എങ്കിൽ മാത്രമേ ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആവുള്ളൂ. നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏജ് റിലേറ്റഡ് ഒക്കെ ഒരു ക്വസ്റ്റ്യൻ തന്നെ വരാൻ ചാൻസ് ഉള്ളൂ, ബട്ട് ഓരോ ക്വസ്റ്റ്യനും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നത്. ഓക്കെ, സോ അടുത്തൊരു വീഡിയോയിൽ കാണാം.